റെഡിയാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഹോം മെയ്ഡ്, ഇതാണ് ഹാങ്ങൗട്ട് സ്പെഷ്യൽ മസാല. നമ്മൾ ഇത് നോർമൽ കാശ്മീരി ചില്ലി ചെയ്ത് ടർമറിക് പൗഡർ. ഇതാണ് ചിക്കൻ റോസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹാങ്ങൗട്ട് സ്പെഷ്യൽ ഡിഷാണ്, നമ്മുടെ സിഗ്നേച്ചർ ഡിഷാണ്. അതായത് നമ്മൾ പാത്രം വെച്ച് അതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നു. ആവശ്യത്തിന് വെച്ചതിന് ശേഷം ആവശ്യത്തിന് കടുക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. മൂത്ത് വരണം, അതാണ് നമുക്ക് ഫ്ലേവർ വന്നിട്ടുള്ളൂ. കറിപ്പട്ടത് പച്ചമുളക് കൂടി തുടങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ കൊത്തി അരിഞ്ഞിട്ട് സവാള ഒനിയൻസ് ആഡ് ചെയ്ത് കൊടുക്കും. ഫ്ലേവർ നമുക്ക് സ്ലോ ഫയറിലാണ് കുക്ക് ചെയ്യേണ്ടത്. സ്ലോ ഫയറിൽ കിട്ടുമ്പോൾ ടേസ്റ്റ് മോർ ടേസ്റ്റാണ്. ഉള്ളി വേവാനായിട്ട് നമുക്ക് സമയം കൊടുക്കണം. സ്ലോ ഫയറിലിട്ട് വളരെ സ്ലോ ഫയറിൽ നമ്മൾ ഉള്ളി തേങ്ങക്കൊത്തും എല്ലാം ഇട്ട് സ്ലോ ഫയറിലിട്ടൊന്ന് വേവാനായിട്ട് സമയം കൊടുക്കണം. അപ്പോൾ ഇതിന് മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കണം. ഇവിടുത്തെ മസാലക്കൂട്ട് എല്ലാം ഹോം മെയ്ഡാണ്. സ്പൈസസ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ച് നമ്മൾ തന്നെ ഓരോ ഡിഷസ് വേണ്ട ചെയ്യുകയാണ് നമ്മൾ തന്നെ. ഇതിന് മസാലക്കൂട്ട് ഡിഫറെൻ്റ് ആണ്. പെരിഞ്ചീരകവും കറുവപ്പട്ടയും കുറച്ച് കീറിനിട്ട് കറിയാണ് ഈ ഡിഷ്. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ജീരകാളി പേസ്റ്റാണ് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്തതിനകത്ത് ആഡ് ചെയ്ത് അതൊന്ന് ചെറിയൊരു ഓയിലിൽ അത് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ ആ ഫ്ലേവർ ഇതെല്ലാം ഇഞ്ചി വെളുത്തുള്ളി ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് മസാലകൾ ആഡ് ചെയ്യേണ്ട സമയമായി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ സ്പൈസസ് ഇതാണ് ഹോം മെയ്ഡ്, ഇതാണ് ഹാങ്ങൗട്ട് സ്പെഷ്യൽ മസാല. നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന മസാലയാണ്. ഇത് നോർമൽ കാശ്മീരി ചില്ലി ചെയ്ത് ടർമറിക് പൗഡർ, ക്രഷ് ചില്ലി, പെപ്പർ, ഗരം മസാല, കൊറിയാണ്ടർ പൗഡർ, ഫെനൽ പൗഡർ. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് സ്പെഷ്യൽ മസാല. മസാലകൾ കണ്ടില്ലേ നമ്മൾ
ഇതിപ്പോൾ ഒരു 5 കിലോ കോഴിക്കുള്ള മസാലയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇത് മൂത്ത് കഴിഞ്ഞാൽ മാത്രമേ ഉപ്പ് ചേർക്കാവൂ. പെട്ടെന്ന് ഉള്ളിയായിട്ട് ഉപ്പ് ചേർത്ത് പെട്ടെന്ന് ചെയ്യാൻ രീതികളുണ്ട്, പക്ഷേ നമ്മളില്ല അത് ചെയ്യില്ല. സ്ലോ ഫയറിൽ കുക്ക് ചെയ്തതിന് ശേഷമാണിത്. ഏകദേശം എല്ലാം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ചേർക്കാൻ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ചേർത്തുള്ള കോഴിയിലേക്ക് ഏകദേശം ഇതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് അടുത്തൊരു ടാസ്ക് ആയിട്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തിട്ട് വരാം. ഇതൊക്കെ നമ്മൾ ചിക്കൻ ഏകദേശം റെഡി ആയിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചിക്കൻ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 40%, 40% കുക്കായിരിക്കുന്നതിനകത്ത് അത് ഫ്രൈ ആണ്, ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. നോർമൽ മസാലയാണ്, ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്തിരി നാരങ്ങ നീര് ഉപയോഗിച്ച് ജസ്റ്റ് മാരിനേറ്റ് ചെയ്യുക, മിക്സ് ഫ്രൈ ചെയ്തെടുക്കത്തുള്ളൂ. ജസ്റ്റ് ഷാലോ ഫ്രൈ. അതിനുശേഷം നമ്മൾ ഈ ഡ്രൈ മസാലയിലേക്ക് നമ്മൾ ചിക്കൻ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ വെള്ളമൊന്നും വെച്ചിട്ടില്ല, ആ സെയിം മസാല തന്നെയാണ് കിടക്കുന്നത്. നേരത്തെ പറക്കാണ് ചൂടാക്കി വെച്ചിട്ട് സെയിം മസാലയിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് മിക്സ് ചെയ്ത് മിക്സ് ചേർക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫയർ ഓൺ ചെയ്യാം. പീസിലേക്ക് എല്ലാം ഇപ്പോൾ ആ മസാല ഇറങ്ങിയിട്ടുണ്ടാവും. ചിക്കൻ മരഞ്ഞിട്ടുണ്ട് ലേറ്റ് ആയിട്ട്. അപ്പോൾ പീസിലേക്ക് എല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം വെച്ചോളാം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഈ ഗ്രേവിയിൽ കിടന്ന് വേവണം. അപ്പോൾ അത് നമ്മൾ ആദ്യം ഷാലോ ഫ്രൈ ചെയ്ത് 40% കുക്കായിട്ട് വെച്ചിട്ട് അതിനുശേഷം ബാക്കി 60% നമ്മൾ ലൈറ്റ് ഗ്രേവിയിൽ കുക്കാക്കി ഇടും. അതാണ് നമ്മുടെ ടേസ്റ്റ് ഫ്ലേവർ. ഇത് വേവാനായിട്ട് നമുക്ക് ഒഴിക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കഴിക്കാം. 10 മിനിറ്റ് കൂടി അടച്ചു വെച്ച് കഴിക്കാം. ചിക്കൻ്റെ പീസ് വലുതാക്കിയാണ് കട്ട് ചെയ്യണം. അപ്പോൾ 10 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഹോം മെയ്ഡ് മസാല കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. ചിക്കനിപ്പോൾ ഏകദേശം ഒരു കുറുകിയൊരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ചോപ്പ റെഡിഷ് കളർ
കുറുകി വന്നിട്ടുണ്ടെങ്കിൽ ഉപ്പ് ലൈറ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണ് കഴിച്ചത്, ഉപ്പ് ലൈറ്റായിട്ട് കുറവാണ്. അപ്പോൾ ലൈറ്റായിട്ട് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ചാറിൽ കുറുകി ചിക്കൻ ഏകദേശം 80% വെന്ത് കഴിഞ്ഞു. ഈ ഫൈനലി നമ്മൾ ചേർക്കാനുള്ളത് തൈരാണ്. യോഗ കട്ട തൈര് നമ്മൾ ഇത്തിരി ഉപ്പിട്ട് അടിച്ചെടുത്താണ്. മിക്സിയിൽ ഉപ്പിട്ട് അടിച്ചെടുത്ത തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഉപ്പ് നേരത്തെ നമ്മൾ വീണ്ടും ഇട്ടായിരുന്നു കുറച്ച്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, തൈരിൽ ഉപ്പ് ചേർന്ന് ശ്രദ്ധിക്കണം. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർക്കുന്നതിനകത്ത്, പിന്നെ ചിക്കൻ കറിയിൽ ചേർക്കുന്ന ഉപ്പ്, ലാസ്റ്റ് തൈരിലും കൂടി നമ്മൾ ഉപ്പ് ചേർത്താണ് ചെയ്യുന്നത്. അത് ഒഴിച്ചു കൊടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് സ്ലോ ഫയർ ചെയ്യണമല്ല, നമ്മൾ തൈര് പിരിഞ്ഞു പോകുന്നതായിരിക്കും. സ്ലോ ഫയറിലാണെന്ന് തോന്നുന്നു. നന്നായി ഒഴിക്കുക. പക്ഷേ 5 മിനിറ്റ് റെസ്റ്റ് നമ്മൾ കൊടുക്കുക. വീണ്ടും 5 മിനിറ്റ് അടച്ചേക്കാം. ഏകദേശം ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് ഉപയോഗിച്ച് സ്ലോ ഫയർ തന്നെ. നമുക്ക് തുറന്ന് നോക്കാം എന്തായി, നമുക്ക് അറിയില്ലല്ലോ. തുറന്ന് നോക്ക്. റെഡിയാണ്. തിളച്ച് മറിഞ്ഞ് ചിക്കനൊക്കെ വെന്ത് കുറുകി തൈരും കൂടി ചെന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട്. മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് മല്ലിയില ചേർക്കാം. ഗാർണിഷിനെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ചേർക്കാം. മല്ലിയില ചോപ്പ് ചേർക്കാം. ലൈറ്റ് ഉപ്പ് ചേർക്കാം. അവസാനമായി ലൈറ്റ് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഫിനിഷ് ചെയ്യാം. നമ്മുടെ തിരുവിതാംകൂർ ചിക്കൻ റോസ്റ്റ് റെഡിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഹാങ്ങൗട്ടിലെ ഏറ്റവും നല്ല മൂവി ഡിഷാണ് ചിക്കൻ റോസ്റ്റ്. ഗ്യാസ് ഓഫ് ചെയ്യുക. റെഡിയാണ്. നമ്മുടെ ഡിഷ് റെഡിയാണ്. അപ്പോൾ നമ്മുടെ തിരുവിതാംകൂർ ചിക്കൻ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാങ്ങൗട്ടിൽ വരിക, ഇത് കഴിക്കുക, ട്രൈ ചെയ്യുക, വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഹാങ്ങൗട്ടിൻ്റെ മറ്റൊരു സ്പെഷ്യൽ ഡിഷുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.